UDF-ലോട്ട് വന്നതുകൊണ്ട് മാത്രമല്ല UDF അല്ല LDF ചവിട്ടി പുറത്താക്കിയതല്ലേ. ഒരു ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ച് ഐഷാപ്പൂറ്റിയെ പിടിച്ചത്. ടൈറ്റ് മത്സരമാണ്. ആര് ജയിക്കുമെന്ന് പറയാനൊക്കത്തില്ല. BJP എന്തായാലും ജയിക്കത്തില്ല. പിന്നെ കോൺഗ്രസ് ഇടതുപക്ഷമായിട്ടുള്ള മത്സരമാണ്. ഐഷാപ്പൂറ്റി നമ്മളെ പിന്നെ CPI മാറിയ വ്യക്തിയാണ്. അതുപോലെ കോൺഗ്രസിൽ നിന്ന് നമ്മളെ ലക്ഷ്മി മാറിയിട്ടുണ്ട്. അപ്പോൾ സാധ്യത ഇപ്പം നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഐഷാപ്പൂറ്റി നല്ല സാധ്യതയുള്ള ഒരു മണ്ഡലമായിപ്പോയി. ഞാൻ പറയുന്നത് ബാലഗോപാലൻ സാർ ജയിക്കുമെന്നാണ്. കൊട്ടാരക്കര മണ്ഡലത്തിന്റെ എങ്ങനെയാണ് സാധ്യതകൾ, കാര്യങ്ങൾ? കടുത്ത മത്സരമാണ്. കടുത്ത മത്സരമാണ്. 3 പേരും ഒരേപോലെ നിൽക്കുകയാണ്. വിജയം മിക്കവാറും ഐഷാപ്പൂറ്റിക്കായിരിക്കും. മുൻ പ്രാവശ്യം ജയിക്കുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ബാലഗോപാലനും ഐഷാപ്പൂറ്റി നട ഇറങ്ങിയതുകൊണ്ടാണ് ജയിച്ചത്. പിന്നെ ബാക്കി എന്താ പറയുന്നത്, ബാക്കിയുള്ളവർ ജയിക്കട്ടെ. ഐഷാപ്പൂറ്റി ആയിരിക്കും. 3 പ്രാവശ്യം ജയിച്ചില്ലയോ. കഴിഞ്ഞ പ്രാവശ്യം ബാലഗോപാലൻ സാർ ജയിച്ചത് ഐഷാപ്പൂറ്റി ഇറങ്ങി പ്രവർത്തിച്ചു. ബാലകൃഷ്ണ സാറിനെ തോൽപ്പിച്ചിരുന്നു. നല്ല ചൂടോടെ നിങ്ങൾ നടക്കുക, കുറവൊന്നുമല്ല, നല്ല ചൂടോടെ നടക്കുക. ലക്ഷം അതൊന്നും മുമ്പേ എങ്ങനെ നമ്മൾ പറയാൻ പറ്റും? മുമ്പേ പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല. എല്ലാവരും നല്ല മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ പ്രാവശ്യം പോലെ ഇലക്ഷൻ എല്ലാവരും ഒരു പ്രത്യേക ഒരു ഇലക്ഷനും കൂടെ ഇത്. കാര്യം പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൻ്റെ ആയാലും അങ്ങനെ എല്ലാം കൊണ്ടൊരു നല്ല ഇലക്ഷനാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ട് നിലവിൽ. അതുകൊണ്ട് ആർക്കും മുൻപോക്കെ എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ പാർട്ടികളും പറഞ്ഞ് ഞങ്ങൾക്ക് അത് മുൻപോക്ക്. പിന്നെ ഇപ്പോൾ യുവാക്കൾക്ക് ജോലിയൊക്കെ ആളുകൾക്കൊക്കെ നല്ല അവർ ചെയ്യുന്ന പോലെ ഇരിക്കുക വോട്ട്. ഇപ്പോൾ നമ്മളാരോടും കാര്യം പറയണ്ട, എല്ലാവർക്കും എല്ലാം അറിയാവുന്ന നാടിനെ വികസനവും തൊഴിലും കൊണ്ടുവരുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഐഷാപ്പൂറ്റി നമ്മൾ പിന്നെ CPI മാറിയ വ്യക്തിയാണ്. അതുപോലെ കോൺഗ്രസിൽ നിന്ന് നമ്മളെ ലക്ഷ്മി മാറിയിട്ടുണ്ട്. അപ്പോൾ സാധ്യത ഇപ്പം നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഐഷാപ്പൂറ്റി നല്ല സാധ്യതയുള്ള ഒരു മണ്ഡലമായിപ്പോയി. എങ്ങനെ അവർ 10,000 താഴെയുള്ള ഭൂരിപക്ഷം ആർക്കായാലും കാണും. ഐഷാപ്പൂറ്റിക്കായാലും ബാലഗോപാലൻ അതിൽ പുള്ളി മുമ്പോട്ട് പോകാൻ പാടില്ല. കാരണം പുള്ളി പറയുന്നത് ഐഷാപ്പൂറ്റിക്കാണ് സാധ്യത, പറയുന്നത് ഐഷാപ്പൂറ്റിക്കാണ്. ഞാൻ പറയുന്നത് ബാലഗോപാലൻ സാർ ജയിക്കുമെന്നാണ്. നമുക്ക് ഒരേ കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യും, എനിക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ലോട്ടറി പ്രസ്ഥാനമാണ്. ഞങ്ങൾ ലോട്ടറിക്ക് വിൽക്കുന്നവരാണ്. പക്ഷേ ലോട്ടറിക്ക് നമുക്ക് ഒരുപാട് നഷ്ടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ 50 രൂപ ടിക്കറ്റ് എന്ന് കൂട്ടിയോ അന്ന് തൊട്ട് ഞങ്ങൾക്ക് ദിവസം 1000, 2000 രൂപയൊക്കെ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭരണമൊന്ന് മാറി കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം എന്തെങ്കിലും പിന്നെ തോമസ് ഐസക് ഇതൊക്കെ സമയത്തൊക്കെ അല്ല ആ സാർ ഇരുന്നപ്പോഴും പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ സമയത്തൊക്കെ ലോട്ടറിക്ക് ഒരു പരിഗണന കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇല്ല. കാരണം ഒരു പ്രൈസും ഇല്ല. അപ്പോൾ എന്തൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ചാൻസ് ഐഷാപ്പൂറ്റിക്ക്. UDF-ലോട്ട് വന്നതുകൊണ്ട് മാത്രമല്ല UDF അല്ല LDF ചവിട്ടി പുറത്താക്കിയതല്ലേ. ഒരു ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ച് ഐഷാപ്പൂറ്റിയെ പിടിച്ചത്. ഇവിടെ പിന്നെ പിടിച്ചെന്ന് പറയുന്നത് ബാലകൃഷ്ണപിള്ള പിടിച്ചെന്ന് പറയുന്നത് പിന്നെ കൊട്ടഭാഷണ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിടിച്ചേക്കുന്ന ഐഷാപ്പൂറ്റിയാണ്. അപ്പോൾ അവരെ അത്രമാത്രം ആ സീറ്റ് പിടിച്ചെടുക്കണമെന്നോ LDF പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടില്ല. അവരെ നിഷ്ഠൂരം അവരെ ചവിട്ടി പുറത്താക്കിയതാണ്. അല്ലാണ്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി. യാതൊരു സംശയമില്ല ഇപ്പം ഐഷാപ്പൂറ്റി ചെയ്യും. ഇപ്പം നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഇലക്ഷനിപ്പം ഓരോരുത്തർക്കും നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണം നല്ലതാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ വോട്ട് കൊടുത്തുകൂടാന്നില്ല, അല്ലയോ? അല്ല, ഞാൻ പറയുന്നെങ്കിലും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ല. മോശമൊന്നുമില്ല, അത് ഞാൻ പറയത്തില്ല. നിങ്ങൾ ആർക്കാ വോട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ മനസ്സിലായിരിക്കുന്നത്. പുറത്ത് പറഞ്ഞു ചെല്ലി നിങ്ങൾ വോട്ട് ഇന്നാർക്ക് കൊടുക്കണമെന്നുണ്ടോ? അത് തന്നെ അതിൻ്റെ കാര്യം. ഇല്ലാതെ 2 കൂട്ടരും നല്ല ഇതാണ്, നല്ല രീതിയിലാണ് നിൽക്കുന്നത്. 2 കൂട്ടരും 3 കൂട്ടരും നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ആര് ജയിക്കും തോൽവിക്കും എന്തോന്ന് കണ്ടറിയാം. നല്ലത് ഐഷാപ്പൂറ്റി LDF-ലായിരുന്നു മത്സരിക്കുമ്പോൾ. ഐഷാപ്പൂറ്റി നല്ലൊരു പ്രവർത്തകയായിരുന്നു, നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കക്ഷിയാണ്. ബാലഗോപാലൻ കയറിയപ്പോൾ ജനങ്ങൾക്ക് ഇച്ചിരി കൂടെ നല്ല ഡെവലപ്പായെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇനി എന്തുവെന്ന് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുക. ആര് കയറിയാലും നല്ലതുപോലെ ഭരിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുക. ബാലഗോപാലൻ ഉറപ്പാണ്. ഐഷാപ്പൂറ്റിയും ചെയ്തിട്ടുള്ളൂ. ഐഷാപ്പൂറ്റി നേരത്തെ ഞങ്ങളുടെ ഒരു MLA ആയിരുന്നു ഐഷാപ്പൂറ്റി. എങ്കിലും ഞങ്ങൾക്കത് ശരിയല്ല അവർ. അതുകൊണ്ട് ഞങ്ങൾ ബാലഗോപാലിനായിരിക്കും. അതെ, ബാലഗോപാലേ ജയിക്കൂ. ചെയ്ത കാര്യങ്ങളും വികസനങ്ങളൊക്കെ നടക്കുന്നില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ. അതുകൊണ്ട് ബാലഗോപാലിന് അനുകൂലമായിട്ട് ഇവിടെ അല്ല. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ പ്രാവശ്യവും ഈ വെളിയം പഞ്ചായത്തും കരിപ്പറയും ഉണ്ടല്ലേ അവർ ജയിച്ചു കയറിയത്. അതുകൊണ്ട് ഇതെല്ലാം വെളിയം പഞ്ചായത്താണ്.
നമുക്കെന്താ പറയാൻ പറ്റും? നമ്മളത് തന്നെ പറഞ്ഞു, എല്ലാവരും ജയിക്കുമെന്ന് പറയുന്നു. ഒരു ബാലഗോപാലിനാണോ ഐഷപ്പറ്റിക്കാണോ ഒരു ഡെത്ത്, വോട്ടറിൻ്റെ ഡെത്ത് പറ്റിക്ക് കാണുന്നു. അകമേയുള്ള ഡെത്ത്. പുറമേയുള്ള പരസ്യങ്ങൾ ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഡെത്ത് മനസ്സിൽ അവർക്ക് കാണും. കാരണം അവരുടെ പെരുമാറ്റവും അവരിതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞായിരുന്നു, ശരിയാവാൻ തെറ്റാവാം. കാരണം ആന്തരികമായിട്ട് അവർക്കൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണയൊക്കെ അവർക്ക് ഒരുപാട് വോട്ട് കിട്ടും, നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ കൂടുതൽ കിട്ടുന്നത്. ടൈറ്റ് മത്സരമാണ്, ആര് ജയിക്കുമെന്ന് പറയാനൊക്കത്തില്ല. BJP എന്തായാലും ജയിക്കത്തില്ല. പിന്നെ കോൺഗ്രസ് ഇടതുപക്ഷമായിട്ടുള്ള മത്സരമാണ്, ആർക്കും മുൻതൂക്കമൊന്നും പറയാനൊക്കത്തില്ല. ഇവിടെ പ്രത്യേക മത്സരമാണല്ലോ പ്രത്യേകം പറ്റിയ മത്സരമാണ്. ആണ്. പിന്നെ വണ്ടി കയറുന്നവർ പറയുന്നത് ഐഷപ്പറ്റി ജയിക്കുന്ന പറയും, ചിലർ പറയും ബാലോപാലി ജയിക്കുന്ന പറയും. അങ്ങനെ വേറെ നമുക്ക് ഇതെല്ലാം പറയാനും. ഐഷപ്പറ്റിയാണ് നല്ല നേതാവ്. ബാലവാനൊക്കെ പ്രവർത്തനമല്ലേ, എന്തോ ഇന്നേരം നാട്ടിൽ വന്ന് ഒരു കാര്യം ചെയ്തിട്ടില്ലേ. അദ്ദേഹമാണ് ജയിക്കുന്നത്, ധനകാര്യ മുഖ്യമന്ത്രി. അദ്ദേഹം ജയിക്കാൻ സാധ്യതയുള്ളൂ. ഭരണമാണ് നല്ലത്, ആ തുടർ ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും നല്ല കക്ഷിക്കാരാണ്. ആര് ജയിക്കും ആര് തോക്കുമെന്നോ അത് അവരുടെ ഭാഗ്യം, അതേ പറയാൻ പറ്റും.